എല്ലാവർക്കും നമസ്കാരം. ബോബീസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഇൻഫർമേഷനുമായിട്ടാണ്. എങ്ങനെ നമ്മൾക്ക് ബിൽഡിംഗ് ടാക്സ്, നമ്മുടെ വീടിന്റെ ടാക്സ് എങ്ങനെ ഓൺലൈനിൽ അടയ്ക്കാം എന്നുള്ള ഒരു ഇൻഫർമേഷനുമായിട്ടാണ്. നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ നമ്മളുടെ ഒരു ലാപ്ടോപ്പോ ഒരു കമ്പ്യൂട്ടറോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അത് പേയ്മെന്റ് നടത്താവുന്നതാണ്. എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിൽ ജോലിയുമായിട്ടൊക്കെ പുറം രാജ്യങ്ങളിലും അതുപോലെ തന്നെ പ്രവാസികളായിട്ടിരിക്കുമ്പോഴും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന എല്ലാവർക്കും നമ്മളുടെ വീടിന്റെ കരം നമുക്ക് അവിടെ പഞ്ചായത്തിൽ പോകാതെ തന്നെ നമുക്ക് അടയ്ക്കുവാനുള്ള ഒരു സൗകര്യം കേരള ഗവൺമെന്റ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിന്റെ ഒരു സൈറ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതോടൊപ്പം അതിന്റെ എങ്ങനെ അത് പേയ്മെന്റ് നടത്താം എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് നിങ്ങളെ ആദ്യമായിട്ട് നമ്മൾ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ആണോ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കുക ബിൽഡിംഗ് ടാക്സ് എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്വിക്ക് പേ ട്രാൻസാക്ഷൻ LSGD കേരള എന്നുള്ള സൈറ്റ് നമുക്ക് കിട്ടും. LSGD കേരള എന്നുള്ള ഒരു ലിങ്ക് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സഞ്ജയ എന്ന ഒരു സൈറ്റ്, കേരള ഗവൺമെന്റിന്റെ ബിൽഡിംഗ് ടാക്സ് ഒക്കെ കെട്ടുവാനുള്ള ഒരു സൈറ്റാണ്. ആ സൈറ്റ് നമുക്ക് ഇവിടെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഓപ്പൺ ചെയ്യുക, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ ഓപ്പൺ ചെയ്യുക, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ എല്ലാ ജില്ലകളും ഇവിടെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്താണ്. ആ ഗ്രാമപഞ്ചായത്തിൽ നമ്മൾക്ക് എല്ലാ ജില്ലകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് നമ്മുടെ ജില്ല സെലക്ട് ചെയ്തിട്ട്, ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്ന കോട്ടയമാണ്. എന്നിട്ട് സെർച്ച് ഓപ്ഷനിൽ പോവുക. സെർച്ച് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള എല്ലാ ഗ്രാമപഞ്ചായത്തുകളുടെയും പേര് വിവരങ്ങൾ ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് നിങ്ങൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. നമ്മൾക്ക് ഇവിടെ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നു അയർക്കുന്നം ഗ്രാമപഞ്ചായത്താണ്. അയർക്കുന്നം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ഒരു ഇന്റർഫേസ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ പ്രോപ്പർട്ടി ടാക്സ് എന്നുള്ള ക്വിക്ക് പേ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ ലോക്കൽ ബോഡി നെയിം, വാർഡ് ഇയർ, വാർഡ് ഡൂർ, സബ് നമ്പർ എന്നിവ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നമ്മൾ ഇവിടെ പോയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയ വാർഡ് വിഭജനം നടന്ന സമയത്തുള്ള 2013 നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നു. അതിന് ശേഷം വാർഡ് നമ്പർ, നിങ്ങളുടെ പഞ്ചായത്തിലെ വാർഡ് നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വീടിന്റെ നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് സെർച്ച് എന്ന ഓപ്ഷനിൽ വീണ്ടും പോവുക. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽ, നിങ്ങൾക്ക് പേയ്മെന്റ് പെൻഡിങ് തൊട്ട് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഈ ഇന്റർഫേസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ വീണ്ടും എങ്ങനെ പേയ്മെന്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ നിങ്ങൾ ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു ക്യാപ്ച ഉണ്ട്. ആ ക്യാപ്ചയും നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പേയ്മെന്റ് ഓപ്ഷനിലേക്ക് പോവുക. ആ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ പേയ്മെന്റ് ചെയ്യാം, നമുക്ക് ഗൂഗിൾ വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ UPI ID വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ നെറ്റ് ട്രാൻസ്ഫർ വഴിയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ATM കാർഡ് ഉപയോഗിച്ചോ ഒക്കെ നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താവുന്നതാണ്. ആ പേയ്മെന്റ് ശേഷം നിങ്ങളുടെ റെസിപ്റ്റ് ഇമെയിലിലേക്ക് അവർ ഓട്ടോമാറ്റിക്കലി സെൻഡ് ആകുന്നതായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അത് കാണുമ്പോൾ ക്വിക്ക് പേയ്മെന്റ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ പോവാം. ആ ഹിസ്റ്ററിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ID അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ഇവിടെ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ വീണ്ടും സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഇവിടെ വരുന്നു. നമുക്ക് അതിൽ നിന്ന് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഡൗൺലോഡ് ഹിസ്റ്ററി ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ പുതിയൊരു റെസിപ്റ്റ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു പുതിയ ഒരു റെസിപ്റ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ആയിട്ട് വരുന്നതായിരിക്കും. ആ ഡൗൺലോഡ് നമ്മൾ എവിടെയെങ്കിലും സേവ് ചെയ്യുകയോ അതല്ലെങ്കിൽ പ്രിന്റ് ചെയ്ത് നമ്മൾക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. ഏതൊരു ഇൻഫോർമേറ്റീവ് ആയ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.